പ്രിയ സുഹൃത്തുക്കളത് നമുക്ക് മീൻ പിടിച്ചാൽ മാത്രം പോലാത്തൊരവസ്ഥയാണ്. മീൻ വെട്ടി തന്നാലേ കറി വെച്ച് തരുള്ളൂന്നൊരു പരാമർശം വന്നിട്ടുണ്ട്. എത്ര നാൾ ഞങ്ങൾ വെട്ടി കറി വെച്ച് തരികയല്ലേ, എന്നാൽ ഒന്ന് കറി വെട്ടി തന്നാൽ നമ്മൾ ക്ലീനാക്കി തന്ന കറി വെക്കാമെന്നാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഞങ്ങളായിട്ട് ഇങ്ങനെ പണിയിപ്പിക്കുന്നുണ്ട്. മീനും പിടിക്കണം ഇത് വെട്ട് ഞാൻ കറി വെച്ചുകൂടെ തരാം. പിന്നെ കറി വെക്കുന്നത് ഇതേ ആയിട്ട് കറി വെക്കണം കേട്ടോ. മീൻ അധികം ഇല്ലാത്തതുകൊണ്ട് മാങ്ങയുടെ അളവ് ഇച്ചിരി കൂടുതൽ വന്നാലും പ്രശ്നമില്ല, മീനിൻ്റെ ഒരു ചുവ കിട്ടിയാൽ മതി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വെട്ടി കൊടുക്കുക, എന്നിട്ട് തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് കറി വെക്കാനാണ് പറ്റത്. ഇങ്ങനെ തന്നെയാണോന്ന് പറയണേ. നേരൊക്കെ വെട്ടു തൂക്കി കറി പിടിയൊക്കെ അല്ലേ, നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട് പോയി. വയറിങ്ങി വെട്ടി വരുമായിരുന്നു. ആ സാധനം വെട്ടേണ്ട ആവശ്യമില്ല, അതങ്ങ് വെട്ടിപ്പോകുന്നു. അപ്പോൾ എത്ര മാംസം പോകും? പാടില്ല. ആ പാടെ 10-25 മീനേ ഉള്ളൂ. അത് ഇത്രയും വെട്ടിക്കളയാതോ? ഇങ്ങനെ വെട്ടിയാൽ മതിയോ? മൊത്തം വെട്ടിക്കളയാതോ? ചരിച്ചു വെട്ടാൻ നോക്കി. കൊമ്പ് വെട്ടിയാൽ മതിയോ? അതിനകത്ത് അതിൻ്റെ ഇതൊരു ഇരിപ്പുണ്ടേ, എന്നാ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അവിടത്തിരിക്കുന്നത്. ഇതൊക്കെയാണോ? അത് ക്ലീൻ ആക്കുന്ന സമയത്ത് എടുത്ത് കളയും ലാസ്റ്റ്. വെറൈറ്റി ആണോ മോനെ? നമുക്ക് മാങ്ങ പറിക്കാം കറി വെക്കാനുള്ള. ഒരാളവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാങ്ങയും മാങ്ങയൊക്കെ പറിക്കാം. ഇങ്ങനെ പിടിക്കണേ. അത് മാങ്ങയുടെ അങ്ങനെ നമ്മൾ മാങ്ങ പറിച്ചു. നമുക്ക് പച്ചമുളക് പറിക്കാം. പച്ചമുളക് പറിക്കാൻ അറിയാമോ? വലിയ പച്ചമുളക്, ഉണ്ട പച്ചമുളക് കൊണ്ട് നീളം പച്ചമുളക്. ചെറുത് പറിക്കരുത് കേട്ടോ, ചെറുത് പറിക്കണ്ടേ. ഇത് പറിക്കണോ? ചെറുത് പറിക്കണം. എന്നിട്ട് ഞാൻ തന്നെ ചെറുത് പറിച്ചു. എല്ലാം കൂടെ എടുത്ത് എടുക്കണേ. റോസയുടെ മുള്ളാണ്. ഏതിന്റെ പൂവാ? ചെടിയുടെ മതി. ഇറങ്ങിക്കോ, ഇതിലും ഇറങ്ങിക്കോ. ഈ തേങ്ങ പൊതിക്കണം നമുക്ക്. തേങ്ങ പൊതിക്കുന്നവരാണ്. ഇതുവരെ വെട്ടി തീർന്നില്ലേ? ഞങ്ങൾ ഇത്രയും സാധനം ചെയ്തു കഴിഞ്ഞു. ബുദ്ധിമുട്ട് മനസ്സിലായി. ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി. പിന്നെ മീൻ പിടിക്കാൻ തന്നെ ഒരു ദിവസം കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയിക്കണം. 2-3 പ്രാവശ്യം വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമ്പോൾ അയ്യോ അമ്മയെന്ന് വിളിക്കുമ്പോഴേ ഞാനങ്ങ് വെള്ളത്തിലോട്ട് ചാടിയത്. കാണാം. വലിയ ബാക്കി സാഹചര്യമൊക്കെ ഒരുക്കി വെക്കും. ഞാനിപ്പോൾ മീൻ വെട്ടിയിട്ടങ്ങ് വരും. ഓക്കെ, തേങ്ങ പൊതിക്കണം. ആരാ തേങ്ങ പൊതിക്കുന്ന ആള്? അപ്പാപ്പി. അപ്പാപ്പി തേങ്ങ പൊതിക്കുക.
ഇരുന്നുകൊണ്ട് കേൾക്കാനാണ് അത് തരുന്നത്. ആണോ? കയ്യാത്ത പട്ടി കയ്യാല കയറണ്ടാന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ വെളുത്തത് വെളുപ്പിക്കുമല്ലോ. ചേച്ചിയെ ഇതൊന്ന് വന്ന് നോക്കിക്കേ. അത് മതിയാകത്തില്ലെന്ന് പറയും. ഞാൻ പണിയെടുത്തോളൂ. നോക്കി ഇതിനകത്ത് നിന്നെ വല്ല കളയാനുണ്ടോ നോക്കി. കളയാൻ വേസ്റ്റ് ഉണ്ട്. വയറ്റിൻ്റെ കളയാൻ. ചട്ടിയിലിട്ടൊന്നും ഇട്ടേക്കണം. എന്നാൽ ചട്ടി എടുത്തുണ്ടോ? അതല്ലേ ഈ ചട്ടിയിലിട്ട് ഇങ്ങനെ അത് വെച്ചായിരുന്നു. അത് കണ്ടില്ലേ പെരട്. അങ്ങനെയല്ല, ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ അത് ഞാൻ ചെയ്തോളാം. അതിനകത്ത് ഇതല്ലേ ആ അത് ഇട്ട് കളയണ്ടേ? ഇത്രയല്ലേ ഇത് ഉള്ളൂ. വെള്ളം എടുക്കും വേറെ. അതൊക്കെ എടുക്കാം. എന്നിട്ട് രണ്ടായിട്ട് മുറിച്ചിട്ടേക്കണം. രണ്ടായിട്ട് മതിയോ? വലുതോ? എത്ര പോരെ? 3 ആക്കി മുറിച്ചിട്ടല്ലേ. ഓക്കെ സെറ്റ്. ചതിയില്ല. കത്രയ്ക്ക് മുറിക്കാമല്ലോ. അത് ഭക്ഷണ പരിപാടി അല വീശിട്ടിരിക്കുകയാണോ? 3 അടിക്കാനല്ലേ പറഞ്ഞു? നമുക്ക് വിഷം കലക്കുന്ന രീതി പിടിച്ച് ഒന്ന് പണി കൊടുക്കാം. നമുക്ക് പോവാം. രാത്രി പോവാം. വീഡിയോ എടുത്ത് എന്ത് മീനാകുമ്പോഴെല്ലാം ചത്തു കിടക്കുന്നു. നാളെ എടാ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വീശി വെച്ച് വെള്ളത്തിലോട്ട് ചാടിയപ്പോഴേ ചൊറിയാൻ തുടങ്ങി. ചാടി കരയ്ക്ക് കയറി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് മീൻ മൊത്തം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണിക്കുറ്റം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതകത്ത് കൊടുക്കണം. കറി വെച്ച് തരും നമ്മനെ അജാമയുടെ അടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. സുന്ദരമായിട്ടൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. നമുക്കെന്നും മീൻ വെട്ടൽ സ്ഥിരമാക്കിയാലും നല്ലതാണ്. നമുക്ക് ചട്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് പീര വെട്ടിക്കാം. നമുക്ക് എല്ലാവരും ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ പീര ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇഞ്ചി, പച്ചമുളക്, 2 കുരുമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ചതച്ചതാണ്. വെളുത്തുള്ളി നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു പകുതി സബോള, പച്ചമുളക്, ചെറിയ ഉള്ളി. വെളുത്തുള്ളി മീൻ കുറവായതുകൊണ്ടാണ് വെളുത്തുള്ളി കൂടുതലാക്കി. അതെ വെളുത്തുള്ളിയെങ്കിലും തിന്നാൻ ഇഷ്ടമല്ലോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അയ്യോ അതിനെക്കുട്ടി ഒരു കാര്യം പറഞ്ഞു. അതിനെക്കുട്ടി ഉപ്പെടുത്തുണ്ട് വന്നു. തേങ്ങയ്ക്കകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ശകലം. പക്ഷെ നമുക്ക് മീനിടുമ്പം ഉപ്പിച്ചിലൂടെ എടുത്തിട്ട് എളുപ്പെടുത്തുണ്ടോ? നമ്മളിതിലേക്ക് 3 കഷ്ണം പുളി കൂടി ഇടുന്നുണ്ട്. മാങ്ങയ്ക്ക് പുളി പോരെങ്കിൽ കീറിയിടാം. പുളി പോരെങ്കിലല്ല, മാങ്ങയ്ക്ക് പുളി കുറവുള്ള മാങ്ങയത്. ഞാൻ മാങ്ങ തിന്നാറില്ലല്ലോ, അതുകൊണ്ട് എനിക്കറിയത്തില്ലല്ലോ. അതിന് ഇത് നമുക്ക് ഒന്ന് തിളച്ച് വരുമ്പോൾ മീനിടാം. അന്നേരം മാങ്ങ ഇടാം. മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയിടാം, അല്ലെങ്കിൽ മാങ്ങയൊക്കെ മൊത്തം കലങ്ങി പോകും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ അരപ്പൊന്ന് നമുക്ക് ചൂടാക്കാം. പിള്ളേർക്ക് മുളക് പൊടി ഇടാതെ വെക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. പിള്ളേർക്ക് മഞ്ഞ കളർ ഇല്ലെങ്കിൽ പച്ച കളറൊക്കെ വേണം. കത്തിക്കാം. നമ്മുടെ തീയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. അരപ്പ്
ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീനും മാങ്ങയും കൊടുക്കാം. നമ്മുടെ നെല്ലൊക്കെ വിളഞ്ഞു കിടക്കുവാണ്. അടുത്ത ആഴ്ചയാണ് നമ്മുടെ കൊയ്ത്ത്. കണ്ടോ, കാണാവോ? നെല്ല് കാണാവോ? മറിഞ്ഞു കിടക്കുക. കഴിഞ്ഞ ദിവസത്തെ കാറ്റിന് പറഞ്ഞല്ല, കഴിഞ്ഞ ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളി ഇട്ട് വെച്ചിരുന്നതാണ് ഇതിനകത്ത്. പുളിയും വെള്ളത്തിയിട്ട് ഇതിനകത്ത് തന്നെ മാങ്ങായ്ക്കകത്ത് മാങ്ങായും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി വെച്ച് നമുക്കൊന്ന് മൂടി വെക്കാം. മീനൊന്ന് വേകട്ടെ. വേവ് കുറവാണ്. ഇത് നമുക്ക് അരപ്പ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞ്. സിമ്പിൾ കറിയാണ് ഇത്. ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാവും. തിളച്ച് കഴിഞ്ഞാൽ സംഭവം ശരിയാണ്. ഇനി പാത്രമൊക്കെ പെറുക്കി വെക്കണേ. തീ നോക്കിക്കോണേ. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ സാധനം പൊടിഞ്ഞു പോകും. അടി പിടിച്ചൊന്നറിയാം. ഒരു ചെറിയൊരു ഇളക്കം മതി. ചെറുതായിട്ട് ഉപ്പ് മതിയെന്ന് നോക്കട്ടെ. പിന്നെ ചെറുതായിട്ട് ഉപ്പ് മതിയോ നോക്കട്ടെ. അത് ഞാൻ നോക്കണം. അങ്ങനത്തെ ഉപ്പ് പോരാ, ചുടി ഇടണം. ഉപ്പ് പോരാ, കുറച്ച് പൊടിയാ. ചെറിയൊരു ചാറ് വേണം പിള്ളേർക്ക്. അതാണ് ചെറിയ ചാറാക്കിയത്. അല്ലേ അനുകൂടി? എല്ലാവരും പീര വെക്കുന്നത് നമ്മുടെ തേങ്ങായും എല്ലാം കൂടി മിക്സാക്കി മീനും എല്ലാം കൂടി ഇട്ട് മിക്സാക്കിയിട്ട് പൊത്തി വെച്ചിട്ട് അങ്ങ് പറ്റിക്കുക. ഇത് നമുക്ക് ചാറ് കൂടി വേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അല്ലേ? നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവിയിട്ടിളക്കിയ പൊടിഞ്ഞു പോകുന്ന സാധനം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. പൊടിഞ്ഞു പോകും. തണുത്തല്ലേ പൊടിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് വിളമ്പാം. അടുക്കളയിലോട്ട് പോട്ടെ. മൂട് കൂടി എടുത്തത്. കൊഴുവ വറുത്തത്. ജുഗ്രു ചേച്ചിയും ജിതിനും കൂടി അത്യാവശ്യമായിട്ട് കോട്ടയത്ത് പോകേണ്ടതുള്ളതുകൊണ്ട് അവർ ഊണ് കഴിക്കാൻ നിന്നില്ല.
അവിടെ വെച്ചോട്ടെ. പുള്ളിക്ക് ചാറാണ് കൂടുതൽ. മീൻ മതിയോ? വെക്കട്ടെ, മീൻ പേര് വെക്കട്ടെ. ഇതാണ് നമ്മൾ വെച്ച മീൻ പേര്. നാങ്ങ വെക്കണം. അയ്യോ അച്ചക്ക വെച്ചില്ലല്ലോ. എല്ലാ കറിയും ഇതന്നെ കൂനെ. ഒച്ചക്ക് മീൻ എടുത്തോണ്ട് വരാം. വേണ്ട തക്കാളി വേണ്ടേ? പിള്ളേർ കഴിച്ചു വെച്ചിട്ട് പറ മീൻ കഴിക്കും. എല്ലാം കൂടിയാണ് കഴിക്കുന്നത്. മീൻ കറി, മീൻ വറുത്തതും ഒന്നിച്ചെടുത്ത് കഴിക്കണം. അപ്പോൾ പുള്ളി അങ്ങനെ കഴിക്കണം. എങ്ങനെയാന്ന് പറ, അലുവയും മത്തിക്കറിയും കഴിക്കുന്ന അമ്മയാ, പിന്നെ അങ്ങനെ കൊച്ചങ്ങനെ കഴിക്കാതിരിക്കും. അത് പിന്നെ അങ്ങനെ കഴിക്കണെന്താ? നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യം കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി മിച്ചറൊക്കെ ഇട്ട് ഇച്ചിരി പഴമൊക്കെ ഇട്ട് ഞെരടി കഴിക്കണം. നല്ല ടേസ്റ്റാ അല്ലേ അനു? അച്ചു നിങ്ങൾ കഴിക്കാറുണ്ട്? ഞാൻ വരുന്നു. കൊള്ളാം. കൊള്ളാമോ? തന്നെ പറയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ ബൈ.